Hello there, welcome to another video of Learn with Saw. So നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്ന മൊഡ്യൂൾ 6ന്റെ ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു വീഡിയോയിൽ 2 പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. സോ ഇനിയിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. ഓക്കെ, SDR സിസ്റ്റത്തിൻ്റെ ഒരു കേസൊക്കെ വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെയ്തത് ബേസിക് ആയിട്ടുള്ള 2 പ്രോബ്ലംസ് ആയിരുന്നു. അതിനകത്ത് ആദ്യത്തെ ജസ്റ്റ് വളരെ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് പ്രോബ്ലം ചെയ്തത്. അതിനുശേഷമാണ് നമ്മൾ ആ ഒരു സെക്കൻഡ് പ്രോബ്ലം നോക്കിയിരുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് SDR സിസ്റ്റത്തിൻ്റെ ആ ഒരു കേസാണ്. ഓക്കെ, ഒരു SDR സിസ്റ്റം തന്നിട്ടുണ്ട്. ഹാവിങ് മാസ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഈറ്റ തന്നിട്ടുണ്ട്. നമുക്ക് എത്രയാണ് 3 കിലോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞ് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 150 mm/s ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഡീറ്റെയിൽസ് ആണ് അവർ തന്നേക്കുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ. അത് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടുപിടിച്ചായിരുന്നല്ലോ ആ ഒരു മെത്തേഡ് ഓഫ് പ്രോബ്ലംസിൽ. ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഡാമ്പിംഗ് റേഷ്യോ ആൻഡ് ഡാമ്പിംഗ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷൻ, ഇത്രയുമാണ് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് ഓൾസോ റൈറ്റ് ദ ഇക്വേഷൻ ഓഫ് മോഷൻ. ഓക്കെ, ഇത്രയാണ് ആ ഒരു ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ, ബേസിക്കലി നമുക്കിപ്പോൾ എന്തൊക്കെ തന്നിട്ടുണ്ട്? നമുക്കിവിടെ മാസ് തന്നിട്ടുണ്ട് അല്ലേ? മാസ് തന്നിട്ടുണ്ട് 50 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാസ് നമുക്ക് ആദ്യമേ എപ്പോഴും ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ നമുക്ക് തന്നേക്കുന്ന ക്വാണ്ടിറ്റീസ് എടുത്ത് എഴുതണം. മാസ് എന്ന് പറയുന്നത് 50 കിലോഗ്രാം ആയിട്ട് തന്നിട്ടുണ്ട്. അതുപോലെ സ്റ്റിഫ്നെസ് K എന്ന് പറയുന്നത് എത്രയാണ് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, സ്റ്റിഫ്നെസ് K എന്ന് പറയുന്നത് 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് അതിന് എന്ത് ചെയ്യാം? 20 × 10⁻³ ന്യൂട്ടൺ പെർ മീറ്റർ ആയിട്ട് നമുക്ക് എഴുതാം. പിന്നീട് എന്താണ് ചെയ്യുന്നത്? ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് തന്നിട്ടുണ്ട്. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് എത്രയാണ്? നമുക്ക് ഈറ്റ അല്ലേ? ഈറ്റ തന്നിട്ടുണ്ട്. ഈറ്റ തന്നിട്ടുണ്ട് എത്രയാണ്? ഈറ്റ എന്ന് പറഞ്ഞാൽ C/cc ആണ്. നമുക്ക് തന്നേക്കുന്നത് എത്രയാണ്? 3 കിലോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞാണ് നമുക്ക് ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് തന്നേക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് ആണ് തന്നേക്കുന്നത്. സോറി, ഡാമ്പിംഗ് റേഷ്യോ ആണ് C/cc തന്നേക്കുന്നത്. സോറി. അപ്പോൾ നമുക്ക് എന്താണ് ഇതുപോലെ എടുത്ത് എഴുതുമ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് നോക്കിയിരിക്കണം. കാരണം എന്ന് പറയുന്നത് മിസ്റ്റേക്ക് വരുന്നത് ഡാമ്പിംഗ് കോഎഫിഷ്യൻ്റ് ആണ് എന്താണ് 3 കിലോ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് എന്ത് ചെയ്യാം? നമുക്കതിനെ 3 × 10⁻³ ഇടാം. ഓക്കെ, 3 × 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞ് കിട്ടും. ബൈ CCയുടെ വാല്യൂ നമ്മുടെ കയ്യിലില്ല. CC നമുക്കറിയാം എന്താണ് 2m ωn എന്ന് നമുക്ക് അറിയാം. ഓക്കെ, ഇപ്പോൾ 2m ωn എന്ന് പറയുന്നത് ωn കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ള ωn √K/m. ഓക്കെ, Kയുടെ വാല്യൂ എത്രയാണ്? Kയുടെ വാല്യൂ നമുക്ക് വന്നേക്കുന്നത് 20 × 10⁻³ ആണ്. 20 × 10⁻³/50 ആണ് വരുന്നത് അല്ലേ? 20 × 10⁻³ വരും. രണ്ട് നമ്മുടെ ഉണ്ട്. Kയുടെ എമ്മിൻ്റെ വാല്യൂ നമ്മുടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് പറഞ്ഞാൽ 20 radians/s ആയിട്ട് കിട്ടും. ഓക്കെ, കറക്റ്റ് എഴുതുമ്പോൾ 20 radians/s ആയിട്ട് നമുക്ക് ωn കിട്ടും അല്ലേ? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ഓൾറെഡി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നാച്ചുറൽ ഫ്രീക്വൻസി കിട്ടിക്കഴിഞ്ഞു. ഇനി എന്താണ് ഡാമ്പിംഗ് റേഷ്യോ ഉണ്ട് അല്ലേ? ഡാമ്പിംഗ് റേഷ്യോ കണ്ടുപിടിക്കണമെങ്കിൽ ഈറ്റ = ഞാൻ നേരത്തെ എഴുതിയ പക്ഷേ C/cc ആണ്. അപ്പം സിയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട് അല്ലേ? 3 × 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ ബൈ CC എത്രയാണ്? 2m ωn ആണ്. ദാറ്റ് ഈസ് 3 × 10⁻³ ന്യൂട്ടൺ സെക്കൻഡ് പെർ മീറ്റർ ബൈ 20 radians/s അല്ലേ? 20 radians/s ആണ്. ഇത് തമ്മിൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നത് പറഞ്ഞാൽ 20 radians/s. അപ്പോൾ 2 × m × ωn അല്ലേ? അപ്പോൾ ഓൾറെഡി നമ്മുടെ ഉണ്ടല്ലോ ഒമേഗൻ്റെ വാല്യൂ 2 × 20 × 50. ഓക്കെ, 2 × 20 × 50 2m ωn ആണ്. അപ്പോൾ 2 × 20 × 50. അപ്പോൾ ഒന്നുകൂടെ എഴുതാം. 3 × 10⁻³ /2m ആണ്. 2 × 50 × 20. ഓക്കെ, ഇത് ചെയ്യുമ്പോഴത്തേക്കും ഈറ്റയുടെ വാല്യൂ വരുന്നത് ഇറ്റ് ഈസ് 1.5. ഓക്കെ,
അപ്പോൾ ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. നമ്മൾ ഫസ്റ്റ് എന്താണ് തന്നേക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ എടുത്ത് എഴുതുക. ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് നമുക്ക് സി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എന്താണ് ആദ്യം കണ്ടുപിടിക്കുന്നത് നാച്ചുറൽ ഫ്രീക്വൻസി. നാച്ചുറൽ ഫ്രീക്വൻസീസ് ഒമേഗ എൻ. ഒമേഗ എൻ ഇസ് റൂട്ട് ഓഫ് കെ ബൈ എൻ. നമ്മുടെ കയ്യിൽ എന്താണ് എം ഉണ്ട് കെയും ഉണ്ട്. നമ്മൾ അവിടെ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എപ്പോഴും ബി കെയർഫുൾ ടു എന്താണ് ചെക്ക് ദ യൂണിറ്റ്. ഓക്കെ, യൂണിറ്റ് ചെക്ക് ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പം 50 റൂട്ട് കെ ബൈ എൻ ഇടുക. കിലോൺ ന്യൂട്ടനൊക്കെ ഓൾറെഡി ന്യൂട്ടനിലോട്ട് മാറ്റണം. അവിടെ നിന്ന് ഒമേഗ എൻ കിട്ടി. സോ വി ഹാവ് ഗോട്ട് ദ ആൻസർ ഫോർ ദ ഫസ്റ്റ് വൺ. നാച്ചുറൽ ഫ്രീക്വൻസി വി ഹാവ് ഗോട്ട് ദ ആൻസർ. Next one is damping ratio. Damping ratio, we have the equation eta is equal to C by Cc. Okay, already we have the value of C. What about the value of Cc? That is Cc is equal to, we have the equation 2m omega n. Okay, so we have found out the value of omega n and also we have the value of m. So equating substituting the values in the equation, we will having 3 into 10 raised to 3 Newton second per meter by 2 into m, we have the value 50 into omega n, we have the value, we have to got the value as 20 radians per second. So substitute the values and we will get in the value of eta, that is a damping ratio we will get as 1.5. Okay, രണ്ടാമത്തെ ആൻസർ ആയിരുന്നു ഡാമ്പിംഗ് റേഷ്യോയുടെ നാച്ചുറൽ ഫ്രീക്വൻസിയുടെ. ഇനി എന്താണ് ഡാംപ്ഡ് ഫ്രീക്വൻസി ഓഫ് വൈബ്രേഷനും വേണം, ഇക്വേഷൻ ഓഫ് മോഷനും വേണം. ഓക്കെ, അപ്പോൾ അടുത്ത മൊത്തം 4 പാർട്ടാണ്. അപ്പോൾ അതിനകത്ത് 2 പാർട്ട് കഴിഞ്ഞ് ഇനിയിപ്പോൾ അടുത്ത 2 പാർട്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് ഡാംപ്ഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണം അല്ലേ. ഡാംപ്ഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് അതിന് നമ്മൾ ഡാംപ്ഡ് ഫ്രീക്വൻസിയെ ഒമേഗ ഡി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒമേഗ ഡിയുടെ കേസ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ഇവിടുത്തെ ഈറ്റയുടെ ഇത് നോക്കണം. അതായത് നമ്മുടെ ഇവിടുത്തെ ഡാമ്പിംഗ് റേഷ്യോയുടെ ഇത് നോക്കുമ്പോഴത്തേക്കും ഈറ്റയുടെ വാല്യൂ കിട്ടിയിരിക്കുന്നത് എന്താണ് 1.5 ആണ് അല്ലേ. നമുക്ക് കിട്ടിയ ഈറ്റയുടെ വാല്യൂ 1.5 ആണ്. അപ്പോൾ എന്താണ് ദിസ് ഇസ് ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ ആണ് അല്ലേ. ഈറ്റ ഈക്വൽ ടു 1 ഉണ്ട്, ഈറ്റ ഗ്രേറ്റർ ദാൻ 1 ഉണ്ട്, ഈറ്റ ലെസ് ദാൻ 1 ഉണ്ട്. അപ്പം ഇവിടെ വന്നേക്കുന്നത് എന്താണ് ഈറ്റയുടെ വാല്യൂ 1.5 ആണ്, വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ 1. സോ ഓവർ ഡാംപ്ഡ് കണ്ടീഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒമേഗ ഡിയുടെ ഇക്വേഷൻ വരുന്നത് എന്താണ് ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ എൻ ഇൻറ്റു റൂട്ട് ഓഫ് ഈറ്റ സ്ക്വയർ മൈനസ് 1. അപ്പം ലെസ് ദാൻ 1 ആയിരുന്നെങ്കിലോ തിരിച്ചായിരിക്കുന്നത് അല്ലേ. ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ഈറ്റ സ്ക്വയർ. ജസ്റ്റ് ബേസിക് നോളജ് ഉപയോഗിക്കുകയാണ്. നമുക്ക് ഒമേഗ എന്നിൻ്റെ വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്, ഈറ്റയുടെ വാല്യൂ ഉണ്ട്. അങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് എന്താണ് ഒമേഗ ഡിയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഒമേഗ ഡി ഈസ് ഈക്വൽ ടു ഒമേഗ ഇൻറ്റു റൂട്ട് ഓഫ് ഈറ്റ സ്ക്വയർ വരെ 1.5 സ്ക്വയർ മൈനസ് 1 ഇട്ട് കൊടുക്കുക. നമുക്ക് ഒമേഗ ഡിയുടെ വാല്യൂ 22.36 റേഡിയൻസ് പെർ സെക്കൻഡ് ആയിട്ട് നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ് ഇക്വേഷൻസ് ഓഫ് മോഷൻ. അപ്പോൾ നമ്മുടെ തേർഡ് പാർട്ടും കഴിഞ്ഞു. ഓക്കെ, തേർഡ് പാർട്ടും കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്താണ് വേണ്ടത് നമുക്ക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് നമുക്ക് വേണം. ഓക്കെ, ഇക്വേഷൻ ഓഫ് മോഷൻ വേണമെങ്കിൽ നമ്മൾ എന്താണ് ഇവിടെ എന്താണ് ഈറ്റ ഈസ് ഈക്വൽ ടു 1 ആണ്. സോറി, ഈറ്റ ഗ്രേറ്റർ ദാൻ 1 ആയതുകൊണ്ട് നമ്മുടെ ഓവർ ഡാംപ്ഡ് കണ്ടീഷനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വരുന്നത് എന്താണ് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു a1 e റൈസ് ടു മൈനസ് ഈറ്റ പ്ലസ് റൂട്ട് ഓഫ് ഈറ്റ സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗ എൻ ടി പ്ലസ് a2 ഇൻറ്റു ഇ റൈസ് ടു ഈറ്റ മൈനസ്, അതായത് പ്ലസ് ഓർ മൈനസിന് വരുമ്പോൾ നമ്മൾ രണ്ടായിട്ട് എടുക്കുന്നത് മൈനസ് റൂട്ട് ഓഫ് ഈറ്റ സ്ക്വയർ മൈനസ് 1 ഒമേഗ എൻ ടി എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് എന്താണ് ഈറ്റയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം, ഒമേഗ എൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഒമേഗ എൻ്റെ വാല്യൂ 20 ആണ്, ഈറ്റയുടെ വാല്യൂ 1.5 ആണ്. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് 1.5 പ്ലസ് റൂട്ട് ഓഫ് 1.5 സ്ക്വയർ മൈനസ് 1 ഇൻറ്റു ഒമേഗയ്ക്ക് വരെ 20t പ്ലസ് ഇതിനകത്തോട്ടും നെഗറ്റീവ് വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അവിടെ എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്ക് റൂട്ട് എല്ലാം കൂടെ എടുത്ത് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന മൈനസ് 7.63t പ്ലസ് a2 ഇൻറ്റു റേസ് ടു മൈനസ് 52.36t എന്ന് പറഞ്ഞാൽ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് മാത്രമല്ല നമുക്ക് ഇക്വേഷൻസ് ഓഫ് റൈറ്റ് ഡൗൺ ദി ഇക്വേഷൻ ഓഫ് മോഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഇതാണോ ഇക്വേഷൻ? അല്ല, അതിനാണ് നമ്മൾ ആദ്യമേ ഒരു ഹിന്റ് തന്നിരുന്നത്. ഇവിടെ എന്താണ് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് തന്നിട്ടുണ്ട്. അതായത് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 150 mm/s ആയിട്ട് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനിഷ്യൽ വെലോസിറ്റി ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് 0 എന്ന് പറയുമ്പോൾ t ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എന്താണ് എക്സിന്റെ വാല്യൂ 0 ആണ് അല്ലെ. ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ ടിയുടെ വാല്യൂ എന്താണ് 0 ആണ്. അപ്പോൾ t 0 ആകുമ്പോഴത്തേക്കും എക്സ് 0 ആണ്. അടുത്ത എന്താണ് ഇനിഷ്യൽ വെലോസിറ്റി, ദാറ്റ് ഈസ് t 0 ആവുന്ന സമയത്ത് വെലോസിറ്റി എന്താണ് ഒരു ഡെറിവേറ്റീവ് എടുത്താൽ പോലെ dx/dt അല്ലേ വെലോസിറ്റി. അപ്പം അല്ലെങ്കിൽ എനിക്ക് എന്താണ് ഐ ക്യാൻ കോൾ ഇറ്റ് ആസ് എക്സ് ഡോട്ട് അല്ലേ. എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു എത്രയാണ് 150 mm/s ആയിട്ട് തന്നിട്ടുണ്ട് അല്ലേ. യു ഗോട്ട് ഇറ്റ്. അപ്പം നമുക്ക് എന്താണ് അതൊരു ഹിന്റ് ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഓഫ് മോഷനിലൂടെ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കും. അപ്പോൾ യു ഹാവ് ടു ടേക്ക് ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് ഓഫ് ടി. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്കും എന്താണ് മൈനസ് 7.63 ഇൻറ്റു a1 e റേസ് ടു മൈനസ് 7.63t മൈനസ് 52.36 ഇൻറ്റു a2 e റേസ് ടു മൈനസ് 52.36t എന്ന് പറയും. യു ക്യാൻ ഗിവ് ഇറ്റ് ആസ് ഇക്വേഷൻ നമ്പർ 2. ഇനി എന്താണ് നമുക്ക് ഈ കണ്ടീഷൻസ് നമ്മളോട് അപ്ലൈ ചെയ്യാം. t ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 0 നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അതുപോലെ t ഈസ് ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് ഡോട്ട് ഈസ് ഈക്വൽ ടു 150.
അത് എന്താണ് സെക്കൻഡ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കാം. ഇപ്പോൾ t is equal to 0, x is equal to 0, t is equal to 0, x dot is equal to 150 എന്ന് കിട്ടും. നമ്മൾ എന്താണ് ഫസ്റ്റ് ഇക്വേഷൻ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 0 is equal to ടിക്ക് പകരം 0. അപ്പോഴത്തേക്ക് എന്താണ് a1 പ്ലസ് a2 എന്നും പറഞ്ഞു വരും. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്താണ് 0 ആണ്, അല്ല ഓക്കെ, റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആണ്. അടുത്തതിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കോ 150 is equal to -7.63 a1 e raised to അവിടെ എന്താണ് ടിക്ക് 0 കിട്ടും. അപ്പോൾ അവിടെ എന്താണ് -7.63 a1 -52.36 a2 എന്ന് പറഞ്ഞ് കിട്ടും. ഇതിനെന്താണ് 3നെയും 4നെയും നമ്മൾ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം അല്ലേ? രണ്ട് ഇക്വേഷൻസ്, രണ്ട് അൺനോൺസ് അവിടെ നമ്മൾ ഇക്വേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് a1ന്റെ വാല്യൂ 3.35 ആയിട്ട് കിട്ടും. അതുപോലെ a2ന്റെ വാല്യൂ -3.35 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി എന്ത് വേണം? ഇനി നമ്മൾ അതിനെ എടുത്തിട്ട് നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറും? നമ്മുടെ ഫൈനൽ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത് x of t = a1 എന്ന് പറയുന്നത് a2ന്റെ ടേം മാറിയിട്ട് എന്താണ് 3.35 നോക്കിക്കോണം. x of t = 3.35 e raised to -7.63 t minus 3.35 e raised to -52.36 t എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് x of t യുടെ വാല്യൂ. നമ്മൾ ഇവിടെ നോക്കുമ്പോഴത്തേക്കും മെയിനായിട്ടും നമുക്ക് 1, 2, അതുപോലെ 3, 4, 5 ക്വാണ്ടിറ്റീസ് അവർ തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ? 4 ക്വസ്റ്റ്യൻസ് കാണാനുണ്ടായത്. നാച്ചുറൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കണമായിരുന്നു, ഡാമ്പിംഗ് റേഷ്യോ കണ്ടുപിടിക്കണമായിരുന്നു, ഡാമ്പിംഗ് ഫ്രീക്വൻസി കണ്ടുപിടിക്കണമായിരുന്നു, അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് മോഷനും കണ്ടുപിടിക്കണമായിരുന്നു. ബേസിക്കലി ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ക്വസ്റ്റ്യനകത്ത് എപ്പോഴും നമുക്ക് കുറച്ച് നോൺ ക്വാണ്ടിറ്റീസ് തരും. അപ്പോൾ അതിനെല്ലാം എന്താണ് റിലേറ്റ് ചെയ്ത് നമുക്ക് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് മാസം ഉണ്ട്, സ്റ്റിഫ്നെസ് ഉണ്ട്. ഓക്കെ, നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി അപ്പോൾ നമ്മൾ മൈൻഡിൽ വരണം. ഓക്കെ, ω√k/m ഉണ്ട് എന്നുള്ളത്. അടുത്ത എന്താണ് ഡാമ്പിംഗ് റേഷ്യോ. അപ്പോൾ ഡാമ്പിംഗ് റേഷ്യോയ്ക്ക് നമുക്ക് അപ്പോഴേ നമ്മുടെ മൈൻഡിൽ അടുത്ത് വരണം. C/cc ആണ് എൻ്റെ ഡാമ്പിംഗ് റേഷ്യോ. അപ്പം എനിക്ക് C ഉണ്ടോ? അപ്പം നോക്കുമ്പോൾ C ഉണ്ട്. cc കണ്ടുപിടിക്കാൻ 2m⍵n ആ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഡാമ്പിംഗ് റേഷ്യോ കിട്ടി. അടുത്തത് ω_d എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് ഡാംപ്ഡ് ഫ്രീക്വൻസി, ദാറ്റ് ഇസ് ω_d. അപ്പോൾ ഡാംപ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോൾ ω_d ആണ് എന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഇക്വേഷനെ സ്വിച്ച് ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ η > 1 ആയതുകൊണ്ടാണ് എന്താണ് √(η²- 1) ആയത്. ഇഫ് ഇറ്റ് വാസ് <1) അണ്ടർ ഡാംപ്ഡ് കണ്ടീഷൻ ആയിരുന്നെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ ചേഞ്ച് ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മൊഡ്യൂൾ 6ന്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് മെയിനായിട്ട് നോക്കേണ്ടത്. ഓക്കെ, തരുന്ന ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കുന്ന അൺനോൺസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ അതിന് റിലേറ്റ് ചെയ്തപ്പോഴും ഓരോ ക്വാണ്ടിറ്റീസിനെ റിലേറ്റ് ചെയ്ത് അതിൻ്റെ ഇക്വേഷൻസ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇതുപോലത്തെ പ്രോബ്ലംസ് ആണ് ഒരു സെറ്റ് ഓഫ് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 പഠിച്ചിരുന്നു. ഇതാണ് അടുത്ത മോഡൽ വരുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം നോക്കാം. അടുത്ത പ്രോബ്ലം ചോദിച്ചേക്കുന്നത് ഈ ഒരു മെത്തേഡിലും ചോദിക്കാം. ഡയറക്റ്റ് എന്താണ് നമ്മൾ നേരത്തെ എടുത്തതിനകത്ത് STO സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് ആയിട്ടൊക്കെയാണ് തന്നേക്കുന്നത്. അടുത്ത ടൈപ്പ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ടൈപ്പുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക. എല്ലാ മോഡലും ഈ ഓരോ മോഡലിൻ്റെയും ഓരോ പ്രോബ്ലംസ് വെച്ചിട്ടാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഇതുപോലത്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്ക് എല്ലാം ചെയ്യാനുള്ളൊരു ടൈം ലിമിറ്റേഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് ഇപ്പോൾ റിവിഷൻ വീഡിയോസ് വരുന്നുണ്ട്. മീൻസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസോ ലൈവ് സെഷൻസൊക്കെ കാണും. അപ്പം ഓരോ മോഡലിൻ്റെയും ഓരോ പ്രോബ്ലംസാണ് വർക്കൗട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 6ൻ്റെ എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കുക. ഏതെങ്കിലുമൊക്കെ നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാം. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എ പ്ലാറ്റ്ഫോം ഓഫ് വെയിറ്റ് 20 kN ഇസ് സപ്പോർട്ടഡ് ഓൺ 4 columns. ഓക്കെ, 4 കോളത്തിലായിട്ട് എന്താണ് ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, ഒരു പ്ലാറ്റ്ഫോം 20 kN വെയിറ്റ് ഉള്ളത് 4 കോളത്തിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിർത്തിയേക്കുന്നു ഈ കാണിച്ചേക്കുന്നത്. ഓക്കെ, വിച്ച് ആർ ഡാംപ് ടു ദ ഫൗണ്ടേഷൻ. ഓക്കെ, ഇതോടെ ഡാംപ് ചെയ്ത് വെച്ചേക്കുവാണ്. ആസ് വെൽ ആസ് ടു ദ എന്താണ് പ്ലാറ്റ്ഫോം. ഓക്കെ, ഫൗണ്ടേഷനും ഉണ്ട്, അതുപോലെ പ്ലാറ്റ്ഫോമിനകത്തുമായിട്ട് എന്താണ് മുകളിലും താഴെയും എന്താണ് ഡാംപ് ചെയ്ത് വെച്ചേക്കുവാണെന്നാണ് പറയുന്നത്. It has been experimentally determined that a static force of 5 kN applied horizontally to the platform produces a displacement of 2.5 mm. Okay, assuming 5% damping. Okay. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പ്ലാറ്റ്ഫോം എന്താണ് 20 kN ഫോഴ്സ് ആണ്, 20 kN വെയിറ്റ് ആണ്. അതെന്താണ് 4 കോളത്തിലായിട്ട് ഡാംപ് ചെയ്ത് വെച്ചേക്കുവാണ്. 5% ഡാമ്പിങ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫോഴ്സ് 5 kN കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ഇറ്റ് പ്രൊഡ്യൂസസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വളരെ അധികം നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? സ്വേ വരുന്ന പ്രോഡക്റ്റിനകത്തൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഞാനൊരു 5 kN ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ 5 kN ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്താണ് ഒരു സ്വേ സംഭവിച്ചു അല്ലേ? ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ് ഈ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ്
എക്സ് എന്ന് വിളിക്കുവാണെങ്കിൽ ആ എക്സിന് ഞാൻ കൊടുക്കുന്ന ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് തന്നിട്ടുണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് 2.5 mm പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ ക്വസ്റ്റ്യനിൽ നമ്മൾ എഴുതണം. എന്താണ് ഒരു വെയിറ്റ് 20 kN അല്ലേ? അപ്പോൾ ഇതിനകത്തോട്ട് ഒരു 5 kN ഫോഴ്സസ് കൊടുത്തപ്പോഴത്തേക്കും ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് സംഭവിച്ചു. ഒരു സ്വേ കൊടുക്കുന്ന പോലത്തെ എഫക്റ്റിനുണ്ട് അല്ലേ? ഒരു സ്വേ സംഭവിച്ചു. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 2.5 mm നമുക്ക് ആ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് തോന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി വേണം, ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് വേണം, ലോഗരിതമിക് ഡിക്രിമെൻറ്റും വേണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ വേണം നമുക്ക്? അൺഡാംപ്ഡ് നാച്ചുറൽ ഫ്രീക്വൻസി, അൺഡാംപ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒമേഗ എൻ നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ എൻ വേണം, ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് ഈറ്റ വേണം, അതുപോലെ എന്താണ് ഡാമ്പിംഗ് റേഷ്യോ നമുക്ക് സി വേണം അല്ലേ? സി വേണം, ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് വേണം, ലോഗരിതമിക് ഡിക്രിമെൻറ്റും വേണം. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ വെയിറ്റ് തന്നിട്ടുണ്ട്. എന്താണ് 20 kN ആയിട്ട് വെയിറ്റ് തന്നിട്ടുണ്ട് അല്ലേ? വെയിറ്റ് തന്നിട്ടുണ്ട്. വി ഹാവ് given the weight 20 kN, so we need mass അല്ലേ? മാസ് വേണമെങ്കിൽ we have W is equal to mg, so m is equal to W by g അല്ലേ? W by g എന്നാൽ 20 into 10 raised to 3 kN to ന്യൂട്ടൺ ചെയ്യുവാണ്. 20 into 10 raised to 3 by 9.81. ഓക്കെ, അപ്പോൾ നമുക്ക് മാസ് കിട്ടുന്നത് എത്രയാണെന്ന് വെച്ചാൽ 2038.73 കിലോഗ്രാം കിട്ടും. 2038.73 കിലോഗ്രാം എന്ന് കിട്ടും. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് മാസമായി. ഇനി എന്താണ് നമുക്ക് ഒമേഗ എൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് തീർച്ചയായിട്ടും √k/m ആണ് ഒമേഗ അല്ലേ? അപ്പോൾ നമുക്ക് എം കിട്ടി. അപ്പോൾ ഇനി കെ വേണം. കെ വേണമെങ്കിൽ നമുക്ക് അടുത്ത ഇത് നോക്കാം. ഫോഴ്സ് തന്നിട്ടുണ്ട് 5 kN ആണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താണ് 5 into 10 raised to 3 ന്യൂട്ടൺ എന്ന് എഴുതാം. ഇനി എന്താണ് ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് തന്നിട്ടുണ്ട് അല്ലേ? എക്സ് എത്രയാണ്? 2.5 mm ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെയും കൂടെ എന്താണ് മീറ്ററിലോട്ട് മാറ്റാം. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്തതിനകത്തെല്ലാം മീറ്ററിൽ തന്നെ 2.5 into 10 raised to -3 മീറ്റർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഫ് ഉണ്ട്, അതുപോലെ എന്താണ് എക്സ് ഉണ്ട് അല്ലേ? 2.5. അങ്ങനെയാണെങ്കിൽ സ്റ്റിഫ്നെസ് കെ ഇസ് ഈക്വൽ ടു ഇന്നലെ നമ്മൾ പറഞ്ഞാണ് F/Δ അല്ലേ? എക്സിന് വരെ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് അല്ലെങ്കിൽ ഡെൽറ്റ എന്ന് വിളിക്കാം അല്ലേ? ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ എന്ന് വിളിക്കാം. അപ്പോൾ എഫ് ഇസ് ഈക്വൽ കെ ഇസ് ഈക്വൽ F/Δ. എഫ് എത്രയാണ്? 5 into 10 raised to 3 by 2.5 into 10 raised to -3. നമ്മൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടും? നമ്മൾ രണ്ടും കൂടി ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 2 into 10 raised to 6 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. 2 into 10 raised to 6 ന്യൂട്ടൺ പെർ മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് കെ ആയി വി ഹാവ് എം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് ഒമേഗ എൻ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒമേഗ എൻ ഇസ് ഈക്വൽ ടു √k/m ആണ്. ദാറ്റ് ഇസ് കെയുടെ വാല്യൂ എത്ര വന്നത്? കെയുടെ വാല്യൂ നമുക്ക് വന്നിരിക്കുന്നത് 2 into 10 raised to 6 by എമ്മിൻ്റെ വാല്യൂ എത്രയാണ്? 2038.73 ആണ്. ഓക്കെ, അപ്പോൾ ഒമേഗ എൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ നാച്ചുറൽ ഫ്രീക്വൻസി നമുക്ക് കിട്ടുന്നത് 31.32 റേഡിയൻസ് പെർ സെക്കൻഡ്. 31.32 നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഞാൻ ഓൾറെഡി ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. 31.32 റേഡിയൻസ് പെർ സെക്കൻഡ് എന്നതിന് ഒമേഗ എൻ്റെ വാല്യൂ കിട്ടും. ഇനി എന്താണ് വേണ്ട? ഇനി നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഡാമ്പിംഗ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് ഡാമ്പിംഗ് റേഷ്യോ തന്നിട്ടുണ്ട്, ഈറ്റ തന്നിട്ടുണ്ട്. എത്രയാണ്? 5% ആണ്. 5% 5/100 ആണ്. ദാറ്റ് ഇസ് എത്രയാണ്? 0.05 ആയിട്ട് നമുക്ക് എന്താണ് ഈറ്റ തന്നത്. അപ്പം ഈറ്റ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഈറ്റ ഇസ് ഡാമ്പിംഗ് റേഷ്യോ ഈറ്റ ഇസ് ഈക്വൽ ടു C/cc എന്ന് എഴുതാം അല്ലേ? അപ്പം ഈറ്റ ഇസ് ഈക്വൽ ടു C/cc വരെ 2 into m into ഒമേഗ n എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം അല്ലേ? ഇതിനകത്ത് ഈറ്റയുടെ വാല്യൂ നമ്മുടെ ഉണ്ട് 0.05 ആണ്. ഈക്വൽ ടു സി ആണ് നമുക്ക് വേണ്ടത്, ഡാമ്പിംഗ് കോഎഫിഷ്യന്റ് ആണ്. 2 into m ൻ്റെ വാല്യൂ എത്രയാണ്? 2038.73 into ഒമേഗ എൻ്റെ വാല്യൂ നമുക്ക് കിട്ടി അല്ലേ? ഒമേഗ എൻ്റെ വാല്യൂ 31.32 എന്നും പറഞ്ഞ് നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് ക്രോസ് ചെയ്യാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പ് ഇത് കാണിച്ചു തരാം. സി ഇസ് ഈക്വൽ ടു 0.05 into 2 into 2038.72 into 31.32 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിയുടെ വാല്യൂ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു 2.05 into 2 into 2038.73 into 31.32 കിട്ടും. നമുക്ക് ആൻസർ ഓഫ് സി ആസ് എത്രയാണ്? 6385.49 കിലോഗ്രാം സെക്കൻഡ് പെർ മീറ്റർ എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ യൂണിറ്റ് കൂടെ പഠിച്ചിരിക്കണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 685.49 കിലോഗ്രാം സെക്കൻഡ് പെർ മീറ്റർ. ഇനി അടുത്ത എന്താണ്? ഫൈനലി വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ലോഗരിതമിക് ഡിക്രിമെന്റ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. ഡെൽറ്റ ഇസ് ഈക്വൽ ടു
എന്താണ് 2π η/√(1 - നമുക്ക് ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷനൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണ് മൊഡ്യൂൾ 6 ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ആക്ച്വലി ഒരു എളുപ്പത്തിന് വേണ്ടി നിങ്ങൾക്ക് എന്താണ് എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നിങ്ങൾ പഠിച്ചു പോകുമ്പോഴത്തേക്കും ആ കിട്ടുന്ന ഇക്വേഷൻസ് ഒക്കെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നോട്ട് ചെയ്ത് വെക്കുക, ഒരു ബുക്കിൽ ഒരു നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പിന്നീട് നിങ്ങൾക്ക് എന്താണ് എക്സാം ടൈം ആകുമ്പോഴത്തേക്കും മൊഡ്യൂൾ 6 റിവിഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഇക്വേഷൻസ് പെട്ടെന്ന് എടുത്ത് നോക്കാൻ പറ്റും. ഓക്കെ, 2π × 2 × π × η എത്രയാണ് 0.05/√(1 - 0.05 സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പോൾ അതിൻ്റെ വാല്യൂ വരുന്നത് എത്രയാണ് 0.3146 ആണ്. നമുക്ക് ലോഗരിതമിക് ഡിക്രിമെൻ്റ് വാല്യൂ കിട്ടും. 0.3146 ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? ലോഗരിതമിക് ഡിക്രിമെൻ്റ് വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്തൊരു ടൈപ്പ് വരുന്നത്. അതായത് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒരു ഐഡിയ വേണം. ഒരു പ്ലാറ്റ്ഫോം തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വെയിറ്റും അതിൻ്റെ ഡാമ്പിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, ഡാമ്പിങ് റേഷ്യോ തന്നു. കാരണം ഇപ്പം ഇതിനകത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്താണ് η = C/cc എന്ന് പറയും. ഓക്കെ, അപ്പോൾ CCയുടെ വാല്യൂ നമ്മുടെ ഉണ്ട്. അപ്പോൾ ഈറ്റ എന്തായാലും വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് റിലേറ്റ് ചെയ്ത് നമുക്ക് 2 സംഭവം കിട്ടും. അപ്പോൾ ωn കിട്ടാൻ വേണ്ടി ആദ്യമേ എന്താണ് നമുക്ക് അതിനുള്ള ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. അപ്പം ക്വസ്റ്റ്യനകത്ത് എപ്പോഴും നമുക്ക് കണ്ടുപിടിക്കേണ്ട ആ ഒരു ക്വാണ്ടിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു അൺനോണിൻ്റെ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ റിലേറ്റ് ചെയ്തിട്ട് എപ്പോഴും എന്തെങ്കിലും ക്വാണ്ടിറ്റീസ് തന്നിരിക്കും. ഓക്കെ, അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്ത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മളെല്ലാം നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടണം എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇപ്പോൾ ലോഗരിതമിക് ഡിക്രിമെൻറ്റ് കണ്ടുപിടിച്ചു, ωn കണ്ടുപിടിച്ചു, ഡാമ്പിങ് കോഎഫിഷ്യൻ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം. ഇതുപോലെ വേർഡ് പ്രോബ്ലംസ് ഒക്കെ പറയുന്നത് പോലെ ഇതുപോലെ ഒരു ഐഡിയ ഇതുപോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പോലെ തന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം മൊഡ്യൂൾ 6 നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ മൊഡ്യൂൾ 6 ഏതാണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 4 ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇനിയും മൊഡ്യൂൾ 6 തീർന്നിട്ടില്ല. ഇനിയും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു മൊഡ്യൂൾ 6 ഈ ഒരു വീഡിയോയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുക. തീർച്ചയായിട്ടും ഞാൻ ആ ഒരു വീഡിയോ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയിക്കാം. ഇപ്പോൾ ഇത്രയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്രയും കൊണ്ട് മാത്രം നിങ്ങൾ മൊഡ്യൂൾ 6 കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കുന്നത്. ഇനിയും ഫർദർ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. വേർഡ് പ്രോബ്ലംസ് ആണ്. ഇനിയും നമുക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് മൊഡ്യൂൾ 6 വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മൾ ഏതെങ്കിലും പോർഷൻസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോസും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് നമ്മുടെ പ്രീവിയസ് ഇയറിൻ്റെ ഒരു ഡിസ്കഷൻ പോലെ നമുക്ക് ഒരു ലൈവ് സെഷനോ അല്ലെങ്കിൽ ലൈവ് ചാറ്റോ അല്ലെങ്കിൽ അതിനെ റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് വരുന്ന പ്രോബ്ലംസിൻ്റെ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ബേസിക്കലി നോക്കുകയാണെങ്കിൽ സ്ട്രക്ചറൽ അനാലിസിസ് 3യുടെ മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 6 ഒരു എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് നമ്മളിവിടെ കവർ ചെയ്തിട്ടുണ്ട്. നോട്ട്സ് ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. നോട്ട്സ് ആക്ച്വലി ഞാൻ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഞാൻ നിങ്ങൾക്കിപ്പം ഓരോ വീഡിയോ ഇടുന്ന സമയത്ത് ഓരോ ടെക്സ്റ്റുകൾ റെഫർ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ട്രക്ചറൽ അനാലിസിസിൻ്റെ ഏതാണ്ട് ഒരു 10-50ഓളം വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂളിനകത്തും 10-15 ഒക്കെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 50 വീഡിയോസോളം സ്ട്രക്ചറൽ അനാലിസിസ് 3യുടെ ഇതിനകത്തുണ്ട്. നിങ്ങൾ അത്രയും വീഡിയോസ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഈ വീഡിയോകൾ കണ്ട് മാത്രം നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സും ഫീൽഡ്സും എല്ലാം കവർ ചെയ്താണ് നമ്മൾ പോയിരിക്കുന്നത്. മൊഡ്യൂൾ 6 വരെ ഉള്ള എല്ലാ വീഡിയോസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇതുപോലെ വിട്ടുപോയ പോർഷൻസ് കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. മൊഡ്യൂൾ 5 ഒരു 3 സ്പാൻ കണ്ടിന്യൂസ് ബീമിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലംസ് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഇതുപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോബ്ലം വേണമെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ വാട്സാപ്പിലോ മെസ്സേജ് ചെയ്താൽ ഞാൻ ചെയ്യാം. എല്ലാവരുടെയും മെസ്സേജസിന് റിപ്ലൈ കൊടുക്കാൻ പറ്റുന്നില്ല, കാരണം ഒരു ടൈമിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അപ്പം നിങ്ങളത് കണ്ട് വിഷമിക്കേണ്ട. ഞാൻ ടൈം കിട്ടുന്നതനുസരിച്ച് എല്ലാം നിങ്ങളുടെ ക്വയറീസിന് ഞാൻ റിപ്ലൈ തരാം. കമൻറ്റ് ബോക്സിലും നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുക. എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ച് നിങ്ങൾക്ക് റിപ്ലൈ തന്നുകൊണ്ടിരിക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും മൊഡ്യൂൾ 1 to മൊഡ്യൂൾ 6 എല്ലാ പ്രോബ്ലംസും വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി ഫർദറായിട്ട് നോട്ട്സും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ, ഞാൻ കിട്ടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. വീഡിയോസ് ഇടുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളും ഞാൻ അതിനകത്ത് മെൻഷൻ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയാണ് മൊഡ്യൂൾ 6ൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ 4 ഡിവിഷൻസ് നോക്കിയത്. ഇനി ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 1-2 പ്രോബ്ലംസും കൂടെ ഉണ്ട്. അതും ടൈം കിട്ടുന്നതനുസരിച്ച് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.